ഞാൻ കഴിഞ്ഞ 2 കൊല്ലത്തോളമായിട്ട്, അതായത് ഞാൻ എൻ്റെ +2 പഠിക്കുമ്പോഴും ചെയ്തിരുന്നു, ആർക്കിടെക്ചറിന് വേണ്ടിയിട്ടുള്ള എക്സാമുകൾ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ തൊട്ട് ഞാൻ ഇഗ്നൈറ്റിലുള്ളതാണ്. പിന്നെ അന്ന് എനിക്ക് നല്ലൊരു മികച്ച സ്കോറായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഡൗൺ ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഒരു കൊല്ലം കൊണ്ട്, അതായത് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കൊല്ലം കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഈ സ്കോർ ഒരു 95 ആയിരുന്നു എൻ്റെ കഴിഞ്ഞ വട്ടം സ്കോർ. അപ്പോൾ 95-ൽ നിന്ന് 99.7 എന്നുള്ളൊരു എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രീമാണ്. അങ്ങനത്തെ ഒരു നല്ലൊരു സ്കോറിലേക്ക് എത്താൻ ഇഗ്നൈറ്റ് തൃശ്ശൂർ എനിക്ക് വല്ലാണ്ട് നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ക്ലാസ്സസ് ആയിട്ട് ഭയങ്കര എഫക്റ്റീവായിരുന്നു. എനിക്ക് ഇപ്പോൾ സ്റ്റാഫിനെ കുറിച്ച് പറയാനാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ബെസ്റ്റ്. നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ നമ്മുടെ വീക്ക് പോയിന്റ് എവിടെയാണ്, സ്ട്രോങ് എവിടെയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കോച്ചിങ് തരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യത്തിൽ ഇഗ്നൈറ്റ് നാറ്റ എനിക്ക് ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം കമ്മ്യൂണിക്കേഷൻ വളരെ ഇഫക്റ്റീവായിരുന്നു. ഞാൻ ഏത് സമയമായാലും ഞാനൊരു ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്ട്രാ ക്ലാസ്സസ് വേണമെങ്കിൽ തന്നെ ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് അവർ കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് തന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു നല്ലൊരു സ്കോറിലേക്ക് എത്താൻ കാരണമായത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിലും അതൊന്നും അങ്ങനെ ഡൗൺ ആവേണ്ടതില്ല, നമുക്കിത് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊരു മോട്ടിവേഷനൊക്കെ തന്നത് ഇവർ തന്നെയാണ്. ഇപ്പോൾ ഇവിടുത്തെ അഭിലാഷ് സാറായാലും ഇപ്പോൾ ഓഫീസിൽ നിൽക്കുന്ന ഷിമ മാം ആയാലും അങ്ങനെ പലരുണ്ട്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ എഫക്റ്റീവായിരുന്നു. പിന്നെ ഇവിടുത്തെ ക്ലാസ്സസ് നിന്ന് എടുത്തു പറയാനുള്ളത് ഈ ആപ്റ്റിറ്റ്യൂഡ് ക്ലാസ്സൊക്കെ വളരെ എഫക്റ്റീവായിരുന്നു. നമുക്കൊരു ചോദ്യങ്ങളെ അങ്ങോട്ട് തിരിച്ചു ചോദിക്കാനും അതിനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആയിരുന്നു കമ്മ്യൂണിക്കേഷൻ. പിന്നെ ചില മാഷ്മാരുണ്ട്, എടുത്തു പറയേണ്ട സാറുമാരുണ്ട്. ഇജാസ് സാറ് എനിക്ക് വളരെ പേഴ്സണലി ഭയങ്കര അടുത്തുള്ള ഒരു സാറാണ്. ആള് നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴും നന്നായിട്ട് കൊണ്ടു നടക്കുന്നു. പിന്നെ ജോൺ സാറ്, പക്ഷേ സാറ് പകുതിക്ക് വെച്ച് ഇഗ്നൈറ്റ് കഴിഞ്ഞ് പുള്ളി പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ മാറി. പക്ഷേ പുള്ളിയായിട്ടുള്ള സൗഹൃദം ഞാൻ ഇപ്പോഴും നിലനിർത്തുന്നു. ആളിപ്പോഴും എൻ്റെ ഒരു നല്ലൊരു മെൻറ്ററാണ്. അങ്ങനെ ഒരുപാട് മെൻറ്ററിനെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. പിന്നെ പോരാത്തതിന് പല ആർക്കിടെക്ട്സും, അതായത് സീനിയർ ആയിട്ടുള്ള ആർക്കിടെക്ട്സിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് കണ്ടക്ട് ചെയ്ത് തന്നു. അതിലൂടെ അവരുടെ ഇപ്പോഴുള്ള ജീവിതം എങ്ങനെയാണ്, അതായത് ആർക്കിടെക്ചർ എങ്ങനെയാണ് പഠിച്ചിറങ്ങിയത്, അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ ഇൻഫോർമേഷൻസ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞൊരു ഫേം എനിക്ക് ഒട്ടും അറിയണ്ടായിരുന്നില്ല. ഒരു 10th +2 കാലഘട്ടത്തിലൊന്നും എനിക്ക് ഒട്ടും ഐഡിയ ഇല്ലാത്തതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഇഗ്നൈറ്റ് തൃശ്ശൂരിൽ നിന്നുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഇത്രയും കോർഡിനേഷൻ, ഇത്രയും ആൾക്കാരായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിൽ നിന്ന് തന്നെ എനിക്ക് എന്താണ് ആർക്കിടെക്ചർ ഫേം, അവിടേക്ക് നമ്മുടെ ഉള്ളിലുള്ള എന്താണ് അവർ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പല ആർക്കിടെക്ചറിനായിട്ട് സംസാരിക്കാൻ പറ്റി, കോണ്ടാക്ട്സ് വെക്കാൻ പറ്റി. ഇപ്പോൾ തന്നെ അശ്വിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുറത്തുള്ളത്, നമ്മുടെ നാട്ടിലല്ല, കൊൽക്കത്ത ഐ തിങ്ക്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ പുറത്തുനിന്നുള്ള ആർക്കിടെക്ട്സ് ആയാലും അവരായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി. അപ്പോൾ എനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവരുടെ ഇത്രയും സപ്പോർട്ടുള്ളത് കൂടി മാത്രമാണ് എനിക്ക് 95 എന്നുള്ള കഴിഞ്ഞ വട്ടത്തെ സ്കോർ, അതിലെനിക്ക് കോളേജിലൊന്നും കിട്ടിയില്ല. പക്ഷേ 95 എന്നുള്ള സ്കോറിൽ നിന്ന് ഞാൻ ഈ 99.7 എന്നുള്ള ഒരു ഹ്യൂജ് നമ്പർ, ആ ഒരു നല്ലൊരു സ്കോറിലേക്ക് എത്താൻ ഇടയാക്കിയത് ഇഗ്നൈറ്റ് തൃശ്ശൂരാണ്. അപ്പോൾ എനിക്ക് അവരോട് നന്ദി പറയാനുള്ളത്, എന്നെ ഇത്രയും നാൾ കേട്ടതിനും എൻ്റെ സംശയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ തന്നതിനും ഇഗ്നൈറ്റ് തൃശ്ശൂരിനോട് എനിക്കൊരു വലിയൊരു നന്ദിയാണ് പറയാനുള്ളത്. താങ്ക് യു.